ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നാടകം ആരംഭിക്കുമെന്ന് പറഞ്ഞു. എന്താ കർട്ടൻ ഫോൺ കർട്ടൻ ഉയർന്നു. ഹായ് ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ എൻ്റെ കല്യാണത്തിൻ്റെ മുന്നേ വരെ ഏത് സമയം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് ഒരു നേരം പോലും വിശ്രമം ഇല്ലാണ്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയായിരുന്നേ. എന്ന് വെച്ചാൽ ജോലി തീരാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത്രത്തോളം ജോലി ആയതുകൊണ്ടോ അങ്ങനെയൊന്നുമല്ല, വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ വീട്ടിലതായിട്ടുള്ള ജോലിയൊക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലികൾ ഇങ്ങനെ കണ്ടെത്തി ചെയ്തുകൊണ്ടിരിക്കും. ഒന്നുകിൽ പറമ്പിലിറങ്ങി അത് കിളച്ചിട്ടിട്ടും, ആൾക്ക് നടുവേദനയാണ് എന്നാൽ പോലും നടുവേദന വന്ന് ഒരു 5 ഇയേഴ്സ് ഗ്യാപ്പിൽ അമ്മയ്ക്ക് നടുവേദന വരും. അതൊരു ഫിക്സഡ് ടൈമിങ് പോലെ കറക്റ്റായിട്ട് 5 ഇയേഴ്സ് ആകുമ്പോഴത്തേക്ക് അമ്മേൻ്റെ നടു പണി കൊടുക്കും, അമ്മ റെസ്റ്റിലാവും. ആ ഒരു സമയത്ത് ഒഴിച്ച്, ആ സമയത്ത് എന്ന് പറഞ്ഞാൽ നല്ല പെയിന് വരുമ്പോൾ കിടക്കും, അതിന് ശേഷം പിന്നെ എഴുന്നേക്കും. അങ്ങനെ അല്ലാത്ത സമയത്തൊക്കെയും എന്തെങ്കിലും പണികൾ അമ്മ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, കല്യാണത്തിന് മുന്നേ ഞാൻ കണ്ടത് അമ്മയായിരുന്നു. കല്യാണത്തിന് ശേഷം ഞാൻ കണ്ടു തുടങ്ങുന്നത് എൻ്റെ ഭർത്താവിനെയാണ്. ഇതിവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ഏത് സമയത്തും പറഞ്ഞാൽ ഇവർക്കിവിടെ PT രാവിലെ എഴുന്നേൽക്കുന്നു, പോകുന്നു, റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് ബാക്കി ലീവുള്ള ദിവസമായാലും കറക്റ്റ് ആ സമയത്ത് എഴുന്നേൽക്കുന്നു. എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും ജോലികൾ മീൻസ് കൂടുതലും ആൾക്കിഷ്ടം ക്ലീനിങ് ഒക്കെയാണ്. പുറമെ ഒക്കെ ക്ലീൻ ചെയ്യുന്നു, റോഡടിച്ച് നമ്മുടെ വീടിന് മുന്നിലുള്ള റോഡൊക്കെ അടിച്ച് വാരി ക്ലീൻ ആക്കി വെക്കും. അപ്പൊ ചില സമയത്തൊക്കെ ഞാൻ വിചാരിക്കും ഇങ്ങേർക്ക് വട്ടാണോ എന്ന് വിചാരിക്കും. അപ്പോൾ കൂടുതൽപ്പെട്ട ആൾക്കാരും ഇങ്ങനെ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഭർത്താവാണോ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പരിചയത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും കമന്റിൽ പറയും. അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ് ആൾക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സമയത്ത് റോഡൊക്കെ അടിച്ച് ക്ലീൻ ചെയ്യും, വലിയ ചൂലുണ്ടാക്കി വെക്കും, എന്നിട്ട് അടിക്കും. എന്തിനു പറയാൻ, എൻ്റെ മൂത്ത മോൻ കുഞ്ഞായ സമയത്ത് രാവിലെ അവൻ എഴുന്നേൽക്കുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇന്റർലോക്കാണ് മുറ്റത്ത്, അത് മൊത്തം തുടച്ചിടുക എന്ന് വെച്ചാൽ ഒരു വീട്ടിൽ നമ്മൾ അത്യാവശ്യം നല്ല ഒരു ക്ലോത്ത് ഒക്കെ എടുത്ത്, നല്ലതൊന്നുമല്ല, നമ്മൾ പഴയ മേക്സിയോ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ട് ഒരു മോപ്പ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് രാവിലെ ആകുമ്പോൾ ഡെറ്റോളോ അല്ലെങ്കിൽ എന്തെങ്കിലും വെള്ളം കൊണ്ട് തുടച്ചിടും. എന്നിട്ട് അവന് കളിക്കാനുള്ള സ്ഥലത്ത് ഷീറ്റ് വിരിച്ചിടും. ഇതൊക്കെയായിരുന്നു ആളുടെ മെയിൻ പണി. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ എത്രത്തോളം ആണ് ആളുടെ കയ്യിലിരിപ്പ് എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു 2 ദിവസത്തെ വീഡിയോ ആണിത്. 2 ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒട്ടുമേ സമയമില്ലാത്ത കാര്യങ്ങളായിരുന്നു ആൾക്ക്. കാരണം അങ്ങനത്തെ ഒരു ഡ്യൂട്ടി ആയിരുന്നു ഈ ഒരു വർഷമായപ്പോൾ. അപ്പോൾ അതിപ്പോൾ ഒരു മാസത്തോളമായി ആ ഒരു സെക്ഷനിൽ മാറി വേറെ സെക്ഷനിലാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ജോലി ചെയ്യാനുള്ള, കുറച്ച് എനിക്കല്ല ആൾക്ക് ഇവിടുന്നതായിട്ടുള്ള ചെയ്യാനുള്ള സമയമൊക്കെ കിട്ടുന്നത് കാരണം ഉള്ള കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവരെ ടൈം കിട്ടാറില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തത് ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പണ്ട് ഒരുപാട് മുന്നേ എടുത്ത ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഇവിടെ നമുക്ക് ഗ്യാരേജോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കാറായാലോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പഴയ കാലത്തെ ആൾക്കാർ ഇപ്പോഴും ഇവിടെ മോസ്റ്റ് ഓഫ് പീപ്പിളും എന്താണ് സൈക്കിളാണ്, നമ്മള് ബൈസൈക്കിളില്ലേ, സൈക്കിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോ ആലോചിക്കാലോ, അത്രയും മുന്നേ എടുത്ത ബിൽഡിംഗ് ആണ് ഇതൊക്കെ. അപ്പൊ ആ സമയത്ത് സൈക്കിളാകുമ്പോൾ നമുക്ക് ഇവിടെയൊക്കെ വെക്കാലോ. ഒരു സ്കൂട്ടി ആണെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു 2 വീലർ പോലും പാർക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോ എടുക്കുന്നതിനൊക്കെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പുതിയ ബിൽഡിംഗ് ഒക്കെ ഇപ്പൊ എടുക്കുന്നത്. അപ്പൊ ഇതൊക്കെ പഴയതായത് കാരണം പാർക്കിങ്ങോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ ഞങ്ങളത് ക്വാർട്ടറിന്റെ നേരെ മുന്നിൽ തന്നെയാണ്, എന്നാലും അവിടെ ഒരു ഷെഡ് ഉണ്ടാക്കിയതാണ്. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, മുന്നേ ഒരാളുടേതായിരുന്നു. അപ്പൊ അവര് പോസ്റ്റിംഗ് ഔട്ടായിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളോട് അവിടെ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവര് പഴയതായിട്ട് ഉണ്ടാക്കി വെച്ചാണ്. അപ്പൊ അവര് തന്നെയും മുന്നേ വേറെ ആരോ വെച്ചത് വാങ്ങിയതാണ്. അങ്ങനെ അങ്ങനെ എന്താ പറയാ, ഓരോരുത്തർക്ക് കൈമാറി കൈമാറി വന്നിട്ടാണ് ഉള്ളത്. അത് കാഴ്ചയിൽ കുറച്ചൊരു ഭീകരമായിട്ടുള്ള സ്ഥലത്താണ്. മുകളില് വലിയൊരു
മരക്കൊമ്പൊക്കെ ഉണ്ട്. അത് പൊട്ടി വീഴുമെന്നുള്ളതൊന്നും അറിയില്ല. എന്നാലും ഈ മഴയത്ത് ഇവിടുത്തെ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയാണ്. രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നാണെങ്കിൽ നല്ല മഞ്ഞായിരുന്നു രാവിലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയായി. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പായിരിക്കും. പകല് ഭയങ്കര ചൂടായിരിക്കും. രാത്രി മഴയായിരിക്കും. അങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള കാലാവസ്ഥയാണ്. അപ്പൊ നമുക്ക് വണ്ടി അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ചളിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ സൈഡും കാര്യങ്ങളൊക്കെ കുറെ കീറുകയും ഷീറ്റൊക്കെ പൊട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഷീറ്റൊക്കെ വെച്ചിട്ട് അടക്കുക, കവറൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ അതിന്റെ അവിടെ ഒരു പുളിമരത്തിന്റെ ചുവട്ടിലാണ് കാറിന്റെ പോർച്ച് ഉള്ളത്. അപ്പൊ അവിടുന്ന് ഞങ്ങക്ക് കുറെ പുളിയൊക്കെ കിട്ടി. പണ്ട് ചെറുപ്പത്തില് പുളിയൊക്കെ പെറുക്കി കുറെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും കൂട്ടി കഴിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ ഇപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ അത് ഞാനും ഋഷിയും കൂടെ കുറെ പെറുക്കിയെടുത്തു. എന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചു. ഇന്ന് റൊട്ടി ചപ്പാത്തി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നോർമൽ ചോറും കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറെ കാലത്തിന് ശേഷം സാമ്പാർ വറുത്തരച്ച് വെച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ചോറാക്കാന്ന് വിചാരിച്ച് ചോറാക്കിയതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇതിപ്പോ 2 ദിവസത്തെ വീഡിയോ ഞാൻ പറഞ്ഞത് ശനിയാഴ്ചത്തതും ഞായറാഴ്ചത്തെ ആയിരുന്നു. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ ഹാഫ് ഡേ ആയിരുന്നു. ഞായറാഴ്ച പിന്നെ രാവിലെ ഒന്ന് പോയിട്ട് അറ്റൻഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകുന്നേരം പുറത്തും പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതും പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാർക്കറ്റിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോന്റെ ലാസ്റ്റിൽ കാണാം. ഇതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ നോർമലി ഇവിടെയുള്ള ആളുകൾ പറയും ബംഗാളിൽ 12 മാസമുള്ള 13 മാസവും ആഘോഷങ്ങളാണ്. അതായത് എപ്പോഴും എന്തെങ്കിലും ഫെസ്റ്റിവൽസ് ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ രാംനവമിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നവമി എന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാ പൂജയുടെ ആ സമയത്തുള്ള നവമി മാത്രമേ ആഘോഷിച്ച് കണ്ടിട്ടുള്ളൂ. ആഘോഷം മാത്രമല്ല, അത് വ്രതം എടുക്കുന്നു, നവമി എടുക്കുന്നു, എന്നതിന് ശേഷം ബുക്കൊക്കെ പൂജിക്കുന്നു കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് രാമനവമിയാണ് ഇവിടെ. അപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഓരോരോ സമയത്ത് ഇവിടെ മാർക്കറ്റ് അതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഹോളി ആണെങ്കിൽ മുഴുവനായിട്ട് ആ കളേഴ്സ് കൊണ്ട് കളർഫുൾ ആയിരിക്കും. ദീപാവലി ആണെങ്കിൽ ഫുൾ ആ ലൈറ്റ്സും കാര്യങ്ങളും കൊണ്ട് അങ്ങനെയായിരിക്കും. പിന്നെ ഈ ദുർഗാപൂജയാകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ രാംനവമി ആയതുകൊണ്ട് ഫുള്ള് എന്താണ് ഈ ഫ്ലാഗ് ഒക്കെ ഉണ്ടാവല്ലോ, ഹനുമാന്റെയും രാമന്റെയും ഒക്കെ ആയിട്ടുള്ള ഫ്ലാഗ് കൊണ്ട് ആ ഒരു ഫ്ലാഗുകൾ മൊത്തം നിറഞ്ഞിട്ട് ആ ഒരു കളർഫുൾ ആയിട്ടാണുള്ളത്. അത് നമുക്ക് ഈ വീഡിയോന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞങ്ങള് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ മുകളിലുള്ള ആൾക്കാര് ഇവിടുന്ന് പോവാണ്. പോസ്റ്റിംഗ് ഔട്ട് ആയിട്ട് പോവായിരുന്നു. അപ്പൊ പോയി എന്താ അവർക്ക് യാത്രയൊക്കെ അയച്ചു കൊടുത്തു. എന്നതിന് ശേഷം ഇത് പിന്നത്തെ കാണുന്നത് ഈ ഒരു കാണുന്നത് വെച്ചാൽ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. പിറ്റേ ദിവസത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് മുന്നില് ഇവിടെ പെട്ടെന്ന് അങ്ങനത്തെ ഒരു മണ്ണായത് കാരണം പെട്ടെന്ന് കാട് പിടിക്കും, പുല്ല് പിടിക്കും. അപ്പൊ ഇപ്പൊ ഇടക്കിടക്ക് മഴ പെയ്യുന്നത് കാരണം നല്ലോണം പുല്ലുണ്ടായിരുന്നു. അപ്പൊ അത് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഋഷി ഒരു ബോൾ എടുത്തിട്ട് ഫ്രണ്ടിലല്ല ബാക്ക് സൈഡിൽ ഇട്ടപ്പോഴത്തേക്ക് അത് റഹാൻ എടുക്കാൻ പോയതായിരുന്നു. അപ്പൊ അവിടെ എന്തോ ചത്ത് കിടക്കുന്നു. ഇന്നലെങ്ങാനും അതിന്റെ തലേ ദിവസം എങ്ങാനും സംഭവിച്ചതാണ്. കാരണം വയറൊന്നും പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെ എടുത്ത് കുഴിച്ചിട്ടു. അതാണ് കണ്ടത്. അപ്പൊ പിള്ളേര് പൂവൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിന്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് അവര് പൂവൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടിട്ട് എന്താന്നുള്ള അറിയില്ല. മക്കള് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റി ഈറ്റർ ആണ്. ഞാൻ ഇതുവരെ ആന്റി ഈറ്ററിനെ കണ്ടിട്ടില്ല. അതിന്റെ ഫേസ് പോലെയാണ്, ആന്റി ഈറ്ററിന്റെ ഫേസ് ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതുപോലെ കൂർത്തിട്ടൊരു ഫേസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കുഴിച്ചിട്ടു. എന്നതിന് ശേഷം മുന്നിലത്തെ പണിയാണ്. അപ്പൊ ആള് ചെയ്യുന്ന സമയത്ത് ഞാനും ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ ഒരു ഇഷ്ടമല്ലേ, അല്ലാണ്ട് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഒരു മടിയാണ്. അപ്പൊ ആൾക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒറ്റക്ക് തന്നെ ചെയ്തോളും. അപ്പൊ മുന്നില് ഞങ്ങളെ നേരെ മുന്നിൽ ഒരു ബ്ലോക്ക് എടുത്ത് ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞിട്ട് പുതിയതായിട്ട് എടുത്തതല്ല, പഴയത് മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഇതുവരെ ആൾക്കാർ ആരും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടും നല്ല കാട് പിടിച്ചിട്ടാ ഉള്ളത്. നമ്മളത് പിന്നെ ഡെയിലി അടിക്കുന്നത് കാരണം കുഴപ്പമില്ല. പക്ഷെ 2 ദിവസം പുല്ലൊന്നും വെട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് കാട് പിടിച്ച് കയറും. കാരണം ഇവിടുത്തെ ഒരു മണ്ണിന്റെ പ്രത്യേകതയാണത്.
കൃഷി മണ്ണായത് കൊണ്ടായിരിക്കാം, കൂടുതൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ കൂടുതലുള്ളത് കൊണ്ടായിരിക്കാം. അത് മാത്രമല്ല ഇടയ്ക്കിടയ്ക്കുള്ള ഈ മഴയും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാലാവസ്ഥയാണ് ഇവിടെ. ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ അവിടെയുള്ള ഞങ്ങളുടെ നെയ്ബർ ഉണ്ടായിരുന്നു. അവിടുത്തെ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവര് കുറെ മുന്നേ ഇവിടെ ഈ യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് ഈ ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. ഇതുപോലൊരു വൃത്തികെട്ട കാലാവസ്ഥയുള്ള സ്ഥലം വേറെ ഇല്ല. അതേപോലെ ഒരു പുരോഗമനം ഇല്ലാത്ത സ്ഥലമാണെന്നുള്ളത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എന്താണ് കൂടെ നിൽക്കുക, നമുക്ക് എങ്ങനത്തെ സ്ഥലമായാലും കുഴപ്പമില്ല, കൂടെ ഉണ്ടായാൽ മതി എന്നുള്ളൊരു എപ്പോഴെങ്കിലും ആണ് നമുക്ക് കൂടെ നിൽക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ കൂടെ നിൽക്കുന്നത്. പക്ഷെ അങ്ങനെ അന്നത്തെ സമയത്ത് നിന്ന് ഇപ്പോഴത്തേക്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ വന്നിട്ട് ഒരു വർഷം ആകുമ്പോഴത്തേക്കിലും ഇവിടെ അതിലേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പം മഴ പെയ്യുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങുകയെന്ന് തോന്നുന്നു എന്നല്ല, ഇവിടുത്തെ അങ്ങനത്തെ ഒരു മഴയാണ്. കാറ്റും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത രീതിക്കുള്ള കാറ്റും മഴയും വരും. ഞാനിപ്പം ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് തന്നെയും ഒരു മഴക്കോളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാറ്റിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഉച്ചക്കൊക്കെ നല്ല ചൂടായിരുന്നു. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഒരു ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ട് കൂടിയിട്ട് അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പുല്ലൊക്കെ നമ്മള് ആ ഒരു 2 ദിവസം കൊണ്ട് നമ്മൾ വെട്ടിയില്ലെങ്കിൽ അതിങ്ങനെ കാട് പിടിച്ചോണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഫ്രണ്ട് ഭാഗമൊക്കെ ക്ലീൻ ഒക്കെ ചെയ്തു. പിന്നെ മക്കൾക്ക് കളിക്കാനുള്ള രീതിക്ക് സൈഡിൽ കുറച്ചും കൂടെ മണ്ണൊക്കെ ഇട്ട് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം മഴ പെയ്യുന്ന സമയത്ത് അവിടെ വെള്ളം കെട്ടി നിൽക്കണ്ടാന്നുള്ള രീതിക്ക് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തു പോയി. പുറത്തു പോയതിന് ശേഷം ഫസ്റ്റിൽ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ ഋഷിക്ക് വാച്ച് വാങ്ങുക എന്നുള്ളതായിരുന്നു. എപ്പോഴും റഹാന്റെ ഭാഗ്യത്തിന് 2 വാച്ച് ഉള്ളത് കാരണം അടിയാണ്. റഹാന്റെ വാച്ച് അവന് വേണം. അപ്പൊ അവനൊരു വാച്ച് വാങ്ങിക്കൊടുത്തു. എന്നതിന് ശേഷം റഹാന്റെ കണ്ണട കുറച്ച് ലൂസ് ആയിട്ടുണ്ടായിരുന്നു. അത് ടൈറ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പൊ ഇതാണ് മാർക്കറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഫുള്ള് ഫ്ലാഗ് വെച്ചിട്ട് അവരിങ്ങനെ മൊത്തം ഇങ്ങനെ അലങ്കരിച്ചിരിക്കുകയാണ്. എന്നതിന് ശേഷം ഞങ്ങളൊരു ഷോപ്പിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. കുറച്ച് ദാലും കാര്യങ്ങളും, എന്തായാലും പോയതല്ലേ, അതുകൊണ്ട് പിന്നെ ഇനിയിപ്പോഴൊന്നും പോകണ്ടല്ലോ എന്നുള്ള ഇതിൽ കുറച്ച് ദാലും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. എന്നതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ചിക്കൻ വാങ്ങിക്കാനുണ്ടായിരുന്നു. ചിക്കൻ ഞങ്ങൾ ആഴ്ചക്കാണ് അതേപോലെ വാങ്ങിക്കുന്നത്. ഇവിടെയും പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം. ഞങ്ങൾ കഴിഞ്ഞ യൂണിറ്റിലൊക്കെ നമുക്ക് ഉള്ളിൽ തന്നെ കിട്ടുമായിരുന്നു. അപ്പോൾ വലിയ വിഷയമില്ലായിരുന്നു. ഫ്രോസൺ ആയിരുന്നു അത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം. ഇവിടുന്ന് ചിക്കൻ വാങ്ങിക്കുന്ന സ്ഥലത്തുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ്റെ ഈ കുടലോ കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യില്ല. ഞങ്ങൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അത് നമ്മൾ വിൽക്കുന്നതും കാണാറില്ല. അപ്പോൾ ഇവിടുത്തുകാരെല്ലാം തന്നെ യൂസ് ചെയ്യും. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യും. കാല്, എല്ലാ സാധനങ്ങളും, കുടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കൊരു സൈഡിൽ നിന്ന് അവർ ചിക്കൻ കട്ട് ചെയ്ത് തരുന്നുണ്ട്, മറ്റേ സൈഡിൽ നിന്ന് അതിൻ്റെ വരുന്നതായിട്ടുള്ള കുടലും കാര്യങ്ങളൊക്കെ അവർ കുക്ക് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് റൂമുണ്ട്, അതിൽ കള്ള് വിൽപ്പനയുണ്ട്. അപ്പോൾ അവർക്ക് ടച്ചിങ്സിന് വേണ്ടിയിട്ട് ഇതും സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വരുന്ന വഴിക്ക് ഫുഡൊക്കെ വാങ്ങിച്ചു. അത് ഞങ്ങളെ ഇതിൻ്റെ ഉള്ളിൽ യൂണിറ്റിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷമാണ്. ഉള്ളിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു. എന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു 2 ദിവസത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു പട്ടാളക്കാരൻ്റെ അവധി ദിവസങ്ങൾ എന്ന് പറയുന്നത്. മിക്ക പട്ടാളക്കാരും ഇങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.